ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ലോക വാർത്തകൾ നോക്കുകയാണെങ്കിൽ ലബനാനിലാണ് ഏറ്റവും ആദ്യത്തെ ഒരു വാർത്ത. ഹിസ്ബുള്ളയുടെ കമാൻഡറായിട്ടുള്ള ഹൈത്തം അലി തബ്തബായി കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള തന്നെ സമ്മതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ദാഹിയയിൽ ഇസ്രായേലിന്റെ വലിയ ആക്രമണം നടന്നിരുന്നു. അവിടെ 5-ലധികം പേർ കൊല്ലപ്പെട്ടു. അതിലൊരാൾ ഹൈത്തം അലി തബ്തബായി ആണ് എന്ന് ഇപ്പോൾ ഹിസ്ബുള്ള തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. 2024 നവംബറിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ രണ്ട് ഇടങ്ങളിൽ, അതായത് ലബനാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകപക്ഷീയമായ വെടിനിർത്തൽ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിശ്വാസവഞ്ചനയാണ്. ഇത് റെഡ് ലൈൻ കടന്ന് ഇസ്രായേൽ മുന്നോട്ട് വരികയാണ് എന്നുള്ള വലിയ ആക്ഷേപം ഉന്നയിക്കുന്നു. പുറത്തുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടാകുമെന്നുള്ള സൂചന ഹിസ്ബുള്ള നൽകുകയാണ്. നമുക്കറിയാം, ലബനാൻ പ്രസിഡന്റ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞു. കാരണം എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും ഇടപെട്ടുകൊണ്ടാണ്, ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത് എന്നാണ് ലബനാന്റെ പ്രസിഡന്റ് ജോസഫ് ഔൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ മാത്രമല്ല സാധാരണക്കാരായ ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ള നിലപാടിലേക്ക് ഇസ്രായേൽ പോവുകയാണ്. അപ്പോൾ ഹിസ്ബുള്ളയെ പൂർണ്ണമായും അവിടെ നിരായുധീകരിക്കണം എന്നുള്ള നിലപാടാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. ഇല്ല എങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ തുടരും എന്ന് പറയുന്നു. 28 പേർക്കാണ് ഇന്നലത്തെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പോപ്പിന്റെ സന്ദർശനം ലബനാനിലേക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നതിനെ ക്രൈസ്തവ ലോകവും അവിടെയുള്ള ക്രൈസ്തവ ലോകവും വളരെ ആശങ്കയോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ചില നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 28 പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള 28 പദ്ധതി പക്ഷേ സമ്പൂർണമായും അത് റഷ്യയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതാണ് എന്ന ഒരു ആക്ഷേപം ഉയർന്നു വന്നു. അത് റഷ്യൻ വിഷ് ലിസ്റ്റ് എന്നാണ് അമേരിക്കയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും മാധ്യമങ്ങളും തന്നെ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ക്രൈമിയയും ഡൊണസ്കും ലുഹാൻസ്കും അടക്കമുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും റഷ്യക്ക് വിട്ടുകൊടുക്കണം യുക്രൈൻ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ആ ഒരു ലിസ്റ്റിലുള്ളത്. ഈ പദ്ധതിക്ക് യുക്രൈൻ വലിയ തടസ്സങ്ങൾ നിന്ന സന്ദർഭത്തിലാണ് അത് പരിഹരിക്കാൻ വേണ്ടി ജനീവയിൽ യുക്രൈൻ US നേതൃത്വത്തിലുള്ള പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നത് കഴിഞ്ഞ ദിവസം. മാർക്കോ റൂബിയോ US സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ അതിൽ US പ്രതിനിധാനം ചെയ്തു. അതിനുശേഷം US യുക്രൈനും തമ്മിൽ ഒരു സംയുക്ത പ്രസ്താവന ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ ട്രംപിന്റെ 28 പദ്ധതികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം. പക്ഷേ വലിയ മാറ്റങ്ങൾ വരണമെങ്കിൽ കൂടുതൽ സമയം ആവശ്യമാണ് എന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, വലിയ ചേഞ്ചസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. പക്ഷേ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറങ്ങിയിരിക്കുന്നു. കൂടുതൽ സമയമെടുത്തുകൊണ്ട് അതിൽ ഒരു യുക്രൈന്റെ പരമാധികാരത്തെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയന്റെ അടക്കമുള്ള ശക്തമായ സമ്മർദ്ദം തുടർന്നാണ് അമേരിക്ക ഇത്തരമൊരു നീക്കത്തിന്, ഇത്തരമൊരു വഴക്കത്തിന് തയ്യാറായത്. പക്ഷെ അടുത്ത വ്യാഴാഴ്ചക്കുള്ളിൽ ഈ വിഷയത്തിൽ യുക്രൈന്റെ ഒരു നിലപാട് അറിയിക്കണം. നമുക്കറിയാം, വ്യാഴാഴ്ച അമേരിക്കയിൽ താങ്ക്സ് ഗിവിംഗ് പരിപാടിയാണ്. അതിന് മുമ്പ് ഒരു തീരുമാനമാകണമെന്നാണ് ട്രംപ് പറയുന്നത്. അതിന് ഇനി സെലൻസ്കിയുടെ മറുപടി എന്താകും എന്നാണ് ലോകമാകെ കാത്തിരിക്കുന്നത്. പുടിന് അനുകൂലമായിട്ടാണ് ഈ 28 പദ്ധതി എഴുതിയത് എന്ന വലിയ വിമർശനം നിലനിൽക്കുമ്പോഴാണ് സെലൻസ്കിക്കെതിരെ കഴിഞ്ഞ ദിവസം ട്രംപ് രംഗത്ത് വന്നിരുന്നത്. ഇനി G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിൽ സമാപിക്കുന്നു. അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. അത് ഒന്ന്, ആഗോള ഭീകരതയ്ക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ്. വിവിധ നേതാക്കളുമായി മോദി സംസാരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ് മെലോണിയുമായി സംസാരിച്ചു. അതേപോലെ തന്നെ കാനഡയുടെ നേതാക്കളുമായി സംസാരിച്ചു. അവിടെയെല്ലാം തന്നെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള ഒറ്റക്കെട്ടായ ഒരു നിലപാടുണ്ടാവണം. അവിടെ ഒരു അഴകുഴമ്പ് നിലപാടിലേക്ക് പല രാജ്യങ്ങളും പോകരുത് എന്ന ഒരു ആശയമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ഡൽഹി സ്ഫോടനമടക്കം അവിടെ ചർച്ചയ്ക്ക് വെക്കാൻ നരേന്ദ്രമോദിക്കായി. അതോടൊപ്പം ഇന്ത്യയും കാനഡയും ഓസ്ട്രേലിയയും ചേർന്നുകൊണ്ടുള്ള പുതിയൊരു സഖ്യം ഈ ഒരു G20 ഉച്ചകോടിയിൽ സ്ഥാപിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം, ലോകം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദുരുപയോഗം തടയാൻ വേണ്ടി ഒരു ആഗോള കൂട്ടായ്മ ഉണ്ടാവണം, ഒരു കരാർ ഉണ്ടാവണം എന്ന ഇന്ത്യയുടെ നിലപാടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഏതായിരുന്നാലും ദക്ഷിണാഫ്രിക്കയിൽ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടന്ന ആദ്യത്തെ ഒരു G20 ഉച്ചകോടിയായിരുന്നു.
അതിനെ അമേരിക്ക അടക്കം ബഹിഷ്കരിച്ചു എന്ന ശ്രദ്ധേയമായ കാര്യം കൂടിയുണ്ട്. അതിനിടയിൽ ഏതായിരുന്നാലും ഒരു ഗ്ലോബൽ സൗത്തിന് പ്രാധാന്യം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് അടക്കം ചർച്ചയായ ഒരു G20 ഉച്ചകോടിയാണ് ഏതായിരുന്നാലും സമാപിക്കുന്നത്. യെസ്, അങ്ങനെ G20 ഉച്ചകോടി അടക്കം ലബനാനിലും ഗസയിലും ഒപ്പം യുക്രൈനിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ എല്ലാം വളരെ വിശദമായി നോക്കി